നമസ്കാരം. വോട്ട് ചെയ്ത് ഓട്ടക്കലമായി മാറി നമ്മൾ. ഇങ്ങനെ പാടിയത് കവി കുഞ്ഞുണ്ണി മാഷാണ്. ഈ ഓട്ടക്കലങ്ങളെ കണ്ടാണ് വിപ്ലവം പറഞ്ഞ് ഞെളിഞ്ഞും സിദ്ധാന്തം പറഞ്ഞു വാദിച്ചും രാഷ്ട്രീയ പാർട്ടികൾ മേനി നടിക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരും ഒറ്റ ദിവസം പോലും ഉറങ്ങിയിട്ടില്ല. CPIയുടെ സുനിലേട്ടൻ തൃശ്ശൂരിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് കിടന്നിട്ടും ജനത്തിൻ്റെ ശക്തി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. TN പ്രതാപനോളം മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും അറിയാവുന്ന ഒരു നേതാവ് കോൺഗ്രസിൽ വേറെയില്ല. നല്ല നേരം നോക്കി പ്രതാപൻ ചുവരെഴുതി പ്രചാരണം തുടങ്ങിയതാണ്. മുൻപ് മോദിയെയും അമിത്ഷായെയും കൈ ചൂണ്ടി വിറപ്പിച്ചയാളാണ് ഈ പ്രതാപൻ. അതറിഞ്ഞു ഭയന്ന മോദി പിണറായി വിജയനെ വിളിച്ചു പറഞ്ഞു, എനിക്കിനി പേടിക്കാൻ വയ്യേ, ആ പ്രതാപനെ ഇങ്ങോട്ട് വിടല്ലേ. അതെന്തായാലും വീണ്ടും പേടിക്കാൻ മോദിക്ക് യോഗമുണ്ടായില്ല. കോൺഗ്രസ്സുകാർ പ്രതാപനെ പിൻവലിച്ച് ഉഗ്രപ്രതാപിയായ K മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. എനിക്കിനിയും മോദിക്ക് നേരെ കൈ ചൂണ്ടണമെന്ന് പറഞ്ഞ് പ്രതാപൻ കഥ കടച്ചിട്ട് കരച്ചിലോട് കരച്ചിൽ. ആരൊക്കെയോ ആശ്വസിപ്പിച്ചതോടെ പ്രതാപൻ കണ്ണീര് തുടച്ച് മുരളിയേട്ടൻ്റെ വിജയത്തിനായി അഹോരാത്രം പണിയെടുത്തു. തനിക്കായി വെള്ളപൂശിയ ഭിത്തികളിൽ വേദന ഉള്ളിലൊതുക്കി പ്രതാപൻ ചുവരെഴുതി. വെയിലുകൊണ്ട് വിയർത്ത മുരളിയേട്ടനെ പ്രചാരണ വാഹനത്തിൽ നിന്നും പ്രതാപൻ വീശിക്കൊടുത്തു. വിയർപ്പിൻ്റെ ഉപ്പ് പുരണ്ട ആ കവിളിൽ പ്രതാപൻ 1000 മുത്തങ്ങൾ കൊടുത്തു. വിയർപ്പ് തുടച്ചു കളഞ്ഞു. ഒടുക്കത്തെ അഭിനയം. സുരേഷ് ഗോപി പോലും ആക്ഷനും കട്ടിനും ഇടയിൽ മാത്രമേ ആക്ഷൻ കാണിക്കാറുള്ളൂ. സുരേഷ് ഗോപി കൊരട്ടിമുത്തിക്ക് സ്വർണ്ണക്കിരീടം കൊടുത്തപ്പോൾ പാവങ്ങളിൽ പാവമായ പ്രതാപൻ പച്ചക്കുല സമർപ്പിച്ചു. സുനിയേട്ടനാണെങ്കിൽ തലയിൽ കുമ്പാളയും വെച്ച് തനി കർഷകനായി കണ്ടങ്ങളിലിറങ്ങി വരമ്പ് കോരി. ചെറുപൂരങ്ങളിൽ പ്രമാണിയായി. ഒടുവിൽ പൂരം കലങ്ങി. ഈ തൃശ്ശൂർ ഞാനിങ് എടുക്കുക എന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്ക് ഇന്നാ എടുത്തോ എന്ന് പറഞ്ഞ് പിണറായി തൃശ്ശൂരെടുത്ത് കയ്യിൽ കൊടുത്തു. മുരളീധരൻ്റെ വിയർപ്പ് തുടയ്ക്കാൻ നിഴല് പോലെ കൂടെ നടന്ന പ്രതാപൻ മുരളിയുടെ കാലുവാരി. CPIക്കാരെ CPMകാർ ഓടിച്ചിട്ട് കാലുവാരി. റിസൾട്ട് വന്നപ്പോൾ സുരേഷ് ഗോപി വിജയിച്ചു, മുരളി മൂന്നാമതായി. അത് പൂരം കലക്കി നേടിയ വിജയമാണെന്നായി അന്നു മുതൽ CPIയും കോൺഗ്രസും. കോൺഗ്രസ്സുകാർ പാരമ്പര്യമായി കാലുവാരൽ ഒരു കലയായി കൊണ്ടു നടക്കുന്നവരായതിനാൽ BJPക്ക് വോട്ട് മറിച്ച് നൽകിയാണ് ഗോപിയെ ജയിപ്പിച്ചതെന്നായി CPM. പൂരം കലക്കിയതിൽ അന്വേഷണം വേണമെന്നായി CPI. പോയി പണി നോക്ക്, എനിക്കെൻ്റെ മോടെ കാര്യം നോക്കണമെന്നായി പിണറായി വിജയൻ. അതോടെ CPIയും ബിനോയ് വിശ്വവും നാറും കെട്ടു. തന്നെ കോൺഗ്രസ്സുകാർ കാലുവാരി എന്നായി മുരളി. അവർ വാരുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയതല്ലേ മുരളിയേട്ട എന്നായി പത്മജ. എനിക്കിങ്ങനെ ഒരു പെങ്ങളില്ല എന്നായി മുരളി. രക്തബന്ധം വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. സുരേഷ് ഗോപിയുടെ ജയത്തോടെ പ്രതാപൻ്റെ ഉഡായിപ്പും ഓന്തിൻ്റെ സ്വഭാവവും കോൺഗ്രസ്സുകാർ തിരിച്ചറിഞ്ഞു. പിണറായി വിജയനെ കണ്ടാൽ CMA എന്ന് വിളിച്ച് പുറകെ ഓടിച്ചെല്ലും. സ്വരാജിനെ കണ്ടാൽ കെട്ടിപ്പിടിക്കും. ഒടുക്കത്തെ അഭിനയമാണ് പുള്ളി എല്ലായിടത്തും കാഴ്ചവെച്ചത്. ആ നടന വൈഭവം പുള്ളി മണ്ഡലത്തിലെങ്ങും മുരളിച്ചേട്ടന് വേണ്ടി എടുത്തില്ല. ഒറ്റുകാരൻ വിയർപ്പൊപ്പാൻ നിന്നത് മുരളിയേട്ടൻ പോലും തിരിച്ചറിഞ്ഞില്ല. സുരേഷ് ഗോപി ജയിച്ചതോടെ ഇടതും വലുതും ഞെട്ടിയുണരാത്ത യാമങ്ങളില്ലാതായി. ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന് ചോദിച്ച് സുരേഷ് ഗോപി ഉറക്കത്തിൽ അവരെ പേടിപ്പിച്ചു. സുരേഷ് ഗോപി ലോർദ് മാതാവിന് നൽകിയത് ചെമ്പ് കിരീടമാണെന്നായി ഒരു കൂട്ടർ. കരുവന്നൂർ ബാങ്ക് കൊള്ളയ്ക്കെതിരെ പദയാത്ര നടത്തിയ സുരേഷ് ഗോപി ഇടയ്ക്ക് അല്പനേരം ഒന്നിരുന്നു. അതോടെ പദഗോപി എന്നായി ആക്ഷേപം. ഗോപിയുടെ നെഞ്ചിൽ കണ്ടത് ശബരിമല അയ്യപ്പൻ പണ്ട് പുലിപ്പാല് കൊണ്ടുവന്ന പുലിയുടെ പല്ലും നഖവുമാണെന്നായി ഒരു കൂട്ടർ. ജയിച്ച് സുരേഷ് ഗോപി മന്ത്രിയായതോടെ പൂരത്തിന് പൂക്കുറ്റി ചിതറും പോലെ ഇടതു വലത് കുരുക്കൾ പൊട്ടിയൊഴുകിക്കൊണ്ടേയിരുന്നു. സുരേഷ് ഗോപിയുടെ ജയം K സുരേന്ദ്രൻ്റെ ജയമല്ല, BJPയുടെ ജയമല്ല, പേഴ്സണൽ വിജയമാണെന്നായി നിരീക്ഷകർ. സൗഹൃദം നടിച്ച സുരേഷ് ഗോപി ഒരു പെൺകുട്ടിയുടെ തോളിൽ കൈവച്ചതോടെ സുരേഷ് ഗോപിയെ പീഡന വീരനാക്കി. ചുറ്റിവളഞ്ഞു നിന്ന് വഴിമുട്ടിച്ച മാപ്പറകളെ അകറ്റി നിർത്തിയതോടെ ഗോപി അഹങ്കാരിയായത് കണ്ടില്ലേ എന്നായി. അനുഭവിച്ചോ തൃശ്ശൂരുകാർ എന്ന പതിവ് പല്ലവിയായി. സുരേഷ് ഗോപിക്കെതിരെ എന്താരോപണം വരുമ്പോഴും ഇടതും വലുതും പറയും തൃശ്ശൂരുകാർക്ക് പറ്റിയ തെറ്റ്. അമ്മയിലെ പെണ്ണുപിടിയന്മാർ അടിച്ചു പിരിഞ്ഞതോടെ അതിനും ഗോപി മറുപടി പറയണമെന്നായി. ഒരു മാധ്യമപ്രവർത്തകനെ പിടിച്ചു തള്ളിയതോടെ പിന്നീടങ്ങോട്ട് ഒറ്റക്കൊമ്പൻ്റെ പരിവേഷത്തോടെ സുരേഷ് ഗോപി ആൻറ്റി ഹീറോയായി. ഇതിനിടയിലും ജപ്തിയുടെ വക്കിലെത്തി കരഞ്ഞു തളർന്ന ഒരു കുടുംബത്തെയും അദ്ദേഹം കൈവിട്ടില്ല. പലർക്കും ലക്ഷങ്ങൾ കൈയയച്ച് സംഭാവന ചെയ്തു, കടങ്ങൾ വീട്ടി.
ഇതിനിടെ കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് സർക്കാർ അകത്താക്കി. അന്നു മുതൽ എവിടെ സുരേഷ് ഗോപി, അനുഭവിച്ചോ തൃശ്ശൂര് എന്നായി. സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് ഒരു മെത്രാന്റെ പരിഹാസം വന്നു. കൈരളി ചാനൽ സുരേഷ് ഗോപിയുടെ ശരീരം വർണ്ണിച്ച് വാർത്ത കൊടുത്തു, കാണാനില്ല എന്ന് പറഞ്ഞ്. മന്ത്രി ശിവൻകുട്ടിയും സുരേഷ് ഗോപിയെ കാണാതെ ഉറക്കമില്ലെന്നായി. ഗോപി എന്താണ് വായ തുറക്കാത്തത് എന്ന് ചോദിച്ച് വിവിധ മാധ്യമങ്ങൾ വായിലിട്ട് കുത്താൻ കോലുമായി അയാളുടെ പിന്നാലെ നടന്നു. ആലിങ്ക പഴുക്കുമ്പോൾ കാക്കയുടെ വായിൽ പുണ്ണ എന്ന പോലെ വിവാദമുണ്ടായപ്പോഴൊക്കെ തൊണ്ടക്കുഴിയിൽ ഗോലി കുരുങ്ങി മൗനത്തിലാകുന്ന പിണറായി വിജയന്റെ വായിൽ കോലിട്ട് കുത്താൻ ആരും ചെല്ലാറുമില്ല. പിണറായിക്കും മന്ത്രിമാർക്കും വായ തുറക്കാൻ നേരവും കാലവും ഉണ്ട്. ബ്രാഹ്മണിക്കൽ ഹെജിമണി വന്നാലും വേടനെ പ്രതിരോധിക്കാനായാലും മോദിയെ തെറി പറയാനായാലും എന്തിനുമേതിനും സുരേഷ് ഗോപിയെ വേണമെന്നായി കോൺഗ്രസിനും കമ്മികൾക്കും. സവർണൻ എന്ന പേര് നൽകി സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയാൽ മണിച്ചിത്രത്താഴിലെ നാഗവല്ലി വെട്ടിയറയും പോലെ സകല നവോത്ഥാനക്കാർക്കും കയറി മേയാവുന്ന ഒരു ബ്രാൻഡായി മാറി സുരേഷ് ഗോപി. സത്യത്തിൽ ഈ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണ്? പൂരം കലക്കി പിണറായി വിജയിപ്പിച്ചതാണോ? പുള്ളിയുടെ താരപ്രഭയും കാരുണ്യവും കണ്ട് നാട്ടുകാർ ജയിപ്പിച്ചതാണോ? കോൺഗ്രസുകാർ പ്രതാപന്റെ കാർമ്മികത്വത്തിൽ വോട്ട് മറിച്ച് മുരളിയെ ഒതുക്കിയതിൻ്റെ ഫലമാണോ? പിണറായി വിജയൻ മകളെ രക്ഷിക്കാൻ മോദിക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റിയതാണോ? തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ മുതൽ കേന്ദ്രമന്ത്രിയായപ്പോൾ വരെ ഇത്രയേറെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിടേണ്ടി വരികയും വിവിധ പാർട്ടികൾ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രിയോ എം പിയോ നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല. എന്താണ് അതിന് കാരണം? മുകേഷും വേടനും വിനായകനും ഗണേശും സാംസ്കാരിക കേരളത്തിൻ്റെ പരിച്ഛേദമാകുമ്പോഴും എന്തുകൊണ്ടാണ് കലാകാരനായ സുരേഷ് ഗോപിയുടെ വിജയത്തെ ഉൾക്കൊള്ളാൻ ഇടതിനും വലതിനും ഇപ്പോഴും കഴിയാതെ പോകുന്നത്? സുരേഷ് ഗോപി നായരാണെന്നതാണോ വിഷയം? CPIയുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു കേട്ട പരാതിയിലൊന്ന് പാർട്ടി കരയോഗം കമ്മിറ്റിയായി അധപ്പതിച്ചു എന്നായിരുന്നു. അപ്പോൾ അവിടെയും ഇടിച്ചു കയറി നായന്മാരുണ്ട്. പതിറ്റാണ്ടുകളായി ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് ധാരയിലെ ബ്രാഹ്മണ നേതാക്കളുടെ പട്ടിക ശ്രദ്ധിച്ചു നോക്കൂ. ഏത് തരത്തിലുള്ള കമ്മ്യൂണിസവും ബ്രാഹ്മണർക്ക് മാത്രമേ ഗുണം ചെയ്യൂ എന്ന് EVR പെരിയാർ പറഞ്ഞിട്ടുള്ളത് ഓർത്തുപോകുന്നു. അത് സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് MN റോയ്, PC റോയ്, BT രണദിവെ, ചാരു മജുംദാർ, ദീപാശങ്കർ ഭട്ടാചാര്യ, സീതാറാം യെച്ചൂരി മുതൽ EMS വരെ അങ്ങനെ ആ പട്ടിക നീളുന്നത് കാണാം. വളരെ സൂക്ഷ്മമായ ഇടതുപക്ഷ വാചാടോപം നടക്കാറുണ്ടെങ്കിലും അവരെല്ലാം വ്യക്തിപരമായ ജാതി പദവിയിൽ സംരക്ഷിക്കപ്പെടുന്നവരാണ്. അപ്പോൾ പിന്നെ ജാതിയല്ല ഇടതിനും പ്രശ്നം. മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ജയം നേടിയ കോൺഗ്രസിന് സുരേഷ് ഗോപിയുടെ ജയമുണ്ടാക്കിയ അങ്കലാപ്പ് ചില്ലറയൊന്നുമല്ല. കാലങ്ങളായി തങ്ങൾക്കൊപ്പം നിന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷം അപ്പുറത്തേക്ക് ചരിഞ്ഞതിൻ്റെ ആശങ്കയാണ് അവർക്കുള്ളത്. കേരളത്തിലെ BJP നേതാക്കന്മാരുടെ ഗ്രൂപ്പിസവും തൻപൊരുമയും പ്രമാണിത്വവും കണ്ടാൽ ഒരുത്തനും വോട്ട് ചെയ്യില്ലെന്നറിയാവുന്ന മാരക കോമ്പിനേഷനായ മോദിയും ഷായും കൂടി ഒരു കളി അങ്ങ് കളിച്ചു. അതിൽ ഗോപിയുടെ താരപ്രഭയും ജീവകാരുണ്യവും ലയിച്ചു ചേർന്നതോടെ ഗോപി MP ആയി. പക്ഷേ ആ ജയം യഥാർത്ഥ ജയമല്ല, വോട്ടുകൊള്ളയുടെ ഫലമാണെന്നായി ഇപ്പോൾ ഇടതും വലതും. ഈ രണ്ട് കൂട്ടർക്കും തൽക്കാലം ജനങ്ങളെ പറ്റിക്കാൻ വേറെ വഴിയില്ല. ഛത്തീസ്ഗഡിൻ്റെ പേരിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി കരയാനും സംരക്ഷിക്കാനും ഇടതും വലതും ദർഗ് ജയിലിൻ്റെ മുമ്പിലെത്തിയെങ്കിലും അതിൻ്റെ ക്രെഡിറ്റും BJP കൊണ്ടുപോയി. കാലുവാരി പ്രതാപനും പൂരം കലക്കി വിജയനുമൊക്കെ തൽക്കാലം ആശ്വസിക്കാം. സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. പാവം കള്ളവോട്ട് എന്താണെന്ന് പോലും തിരിച്ചറിയാത്തവരാണ് ഇന്നാട്ടിലെ CPMഉം കമ്മികളും. പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും വരെ കള്ളവോട്ടിൻ്റെ ബലത്തിൽ മാത്രം ജയിക്കുന്ന ഒരു പാർട്ടിയാണത്. ചട്ടങ്ങൾക്ക് വിപരീതമായി സുരേഷ് ഗോപിയല്ല ദേവേന്ദ്രൻ പ്രവർത്തിച്ചാലും അത് തെളിയിക്കപ്പെടണം. 100 കള്ളവോട്ടുകൾ കണ്ടെത്തിയാലും ഈ മഹാഭൂരിപക്ഷത്തെ എങ്ങനെ മറികടക്കാൻ കഴിയും? സത്യസന്ധനും ധർമ്മിഷ്ഠനും നീതിമാനുമായ ശിവൻകുട്ടിയുടെ വാക്കുകേട്ട് സുരേഷ് ഗോപി രാജിവെക്കുമോ? കോൺഗ്രസിലെ കണ്ണൂരിൻ്റെ പല്ലുകൊഴിഞ്ഞ സിംഹം K സുധാകരൻ പറയുന്നത് കേട്ട് തൂങ്ങിച്ചാകുമോ എന്ന് ആർക്കറിയാം. ഇത്രയും കള്ളവോട്ടുകൾ ചേർത്ത് രഹസ്യമായി വോട്ടർ പട്ടിക ഇറക്കി അതിൻ്റെ ഒരു കോപ്പി പോലും ഇരു പാർട്ടികൾക്കും കൊടുക്കാതെ സകല തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും കയ്യിലാക്കിയ സുരേഷ് ഗോപി ശരിക്കും ഒറ്റക്കൊമ്പൻ തന്നെ. പാവം സുനിയും പ്രതാപനും എന്തെടുക്കുകയായിരുന്നു ഇവരവിടെ? മണ്ഡലത്തിൽ ആരെങ്കിലും നനച്ചു വിരിച്ചിരിക്കുന്ന കൗബീനം കണ്ടാൽ വരെ
അതിൻ്റെ ഉടമയെ തിരിച്ചറിയാനുള്ള ഹൃദയബന്ധമുള്ളവരാണ് രണ്ടുപേരും. പക്ഷേ അവർക്കും ഒന്നും മനസ്സിലായില്ല. 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച പുള്ളി സ്വന്തം വീട്ടിലെ കള്ളവോട്ട് കൊണ്ടും ഡ്രൈവറുടെ വ്യാജ വോട്ട് കൊണ്ടും ജയിച്ചു എന്ന് പറയുമ്പോൾ ഒരു സംശയം. സംസ്ഥാനത്തെ ഇലക്ഷനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമെല്ലാം സുരേഷ് ഗോപിയുടെ നിയന്ത്രണത്തിലായിരുന്നു.